എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ, എൻ പ്രിയനേശുപരൻ. ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. അതിക്രൂരമായി ദുഷ്ടരായി ദണ്ഡിതരായി ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരായി ദണ്ഡിതനായി ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിൽ രാഗമായി സ്വന്ത ജീവനേകി നമ്മെ വീണ്ടെടുത്തോനാകയാ. ക്രൂശിൽ യാഗമായി സ്വന്ത ജീവനേകി നമ്മെ വീണ്ടെടുത്തോനാകയാ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ, എൻ പ്രിയനേശുപരൻ. ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എൻ്റെ ഇടയനവൻ, കൈവിടുകില്ലവൻ. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളംകൈയിൽ താങ്ങിടുന്നു. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ, എൻ പ്രിയനേശുപരൻ. ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം ഇങ്ങനെ പറയുന്നു: പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കഴിയുന്ന ഒരു വ്യക്തി എന്താണ് പറയുന്നത്? ഇവിടെ പറയാണ്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ യേശു ക്രിസ്തുവിനെ പറയുന്നു. ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. എന്നിട്ട് പറയാണ്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുകയാണ്. എപ്പോഴാണ് പത്രോസ് ഇത് സംസാരിക്കേണ്ടി വന്നത്? പ്രമാണികളോട് മൂപ്പന്മാരുടെ അടുത്ത് പറയേണ്ടി വന്നത്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ജനം അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പത്രോസും യോഹന്നാനും 3-ാം അധ്യായത്തിൽ പറയാണ്, പത്രോസ് യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവരൊരു കാഴ്ച കണ്ടു. ഗർഭം മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ടുവരും. അപ്പോൾ അവനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരും. അവർ പറയാണ്, അവർ പത്രോസും യോഹന്നാനും പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്ന നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? സകലരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ എന്തൊരു വിഷയത്തിലോടാണോ നിങ്ങളിരിക്കുന്നത്, അതിൻ്റെ മുഴങ്കാൽ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും എന്നാണ് ഈ വചനം. യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു രോഗമോ ഒരു വിഷയവും ഇല്ല. സ്വർലോകത്തിലാണെങ്കിലും ഭൂലോകത്തിലാണ് അധോലോകത്തിലാണെങ്കിലും അവരുടെ മുഴങ്കാൽ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ ആ വിഷയത്തിൻ്റെ മുഴങ്കാൽ മടങ്ങും.
ഇവിടെ അങ്ങതാണ് സംഭവിച്ചത്. പത്രോസും യോഹന്നാനും പറയുകയാണ്, വെള്ളിയും പൊന്നും ഒന്നുമില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ സൗഖ്യമുള്ളവനായി മാറുകയാണ്. അവൻ്റെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ നടന്നു. അവൻ നടക്കുന്നതും ജനമൊക്കെയും ദൈവത്തെ പുകഴ്ത്തുന്നതും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനെന്ന് അറിഞ്ഞ് അവനെ സംഭവിച്ചതിനെക്കുറിച്ച് പരിഭ്രമവും വിസ്മയവും ഉള്ളവരായി ജനം തീരുകയാണ്. കാര്യം എന്താ? യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് അത്ഭുതം സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ പവർ എന്താ? അത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പത്രോസ് ദേവാലയത്തിൽ വെച്ചൊരു പ്രസംഗം ചെയ്യുകയാണ്. അവിടെ പ്രസംഗത്തിനകത്ത് പറയുകയാണ്, പത്രോസും യോഹന്നാനും ചേർന്ന് അത് പറയാൻ കാര്യം, ശലോമോന മണ്ഡപത്തിൽ വന്നപ്പോൾ ജനമെല്ലാം ഓടിക്കൂടുകയാണ്. ജനത്തെ കണ്ടപ്പോൾ അവർ പറയാണ്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ, അത് 13-ാം വാക്യത്തിൽ പറയാണ്, ഞങ്ങൾ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ ഉറ്റുനോക്കുന്നത്? അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. എന്നിട്ട് തുടർന്ന് പറയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് 15-ാം വാക്യത്തിൽ പറയാണ്, ഞങ്ങളല്ല ഇത് ചെയ്ത്, ഞങ്ങളെ എന്തിനാ ഉറ്റുനോക്കുന്നത്? എന്നിട്ട് പറയാണ്, അവനെ ദൈവം മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം നിങ്ങൾ എല്ലാവരും കാൺകെ ഇവൻ ആരോഗ്യം വരുവാൻ കാരണമായി. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മുഖാന്തരമാണ്. യേശു ക്രിസ്തുവിൽ കാൽവരി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ആരോഗ്യം വരാനിടയായത്, ഇവന് സൗഖ്യം വരാനിടയായത്. ഞങ്ങളെ ഇങ്ങനെ ഉറ്റുനോക്കരുത്, ഞങ്ങളല്ല ഇത് ചെയ്തത്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് നൽകുന്ന പ്രസംഗമാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വാസ്തവമായി പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ ഉയർത്താൻ തുടങ്ങും. അങ്ങനെ പിറ്റേന്നാൾ അവരെ ജനത്തോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും സദൂക്യരും അവൻ്റെ നേരെ വന്നു ജനത്തെ ഉപേക്ഷിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാന ദൃഷ്ടാന്തത്താൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് നീരസം വരികയാണ്. എന്നിട്ട് അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവർ പലരും വിശ്വസിച്ചു. പിറ്റേന്നാൾ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതന്മാരും ഹന്നാവും കയഫാവും യോഗ എന്നിവരെല്ലാം നടുവിൽ കൊണ്ടുവന്ന് പത്രോസിനെ നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്താലാണ് നിങ്ങളിത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയാണ് ദൈവം നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നും ഈ ഇസ്രായേൽ ജനം മുഴുവൻ ഇത് അറിയട്ടെ എന്നവർ പറയുകയാണ്. എന്നിട്ട് പറയണം, നിങ്ങൾ തള്ളിക്കളഞ്ഞു യേശുവിനെ, പക്ഷെ ആ കല്ല് യേശുവിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ ഇനി അനുഗ്രഹമുള്ളൂ. ദൈവം നിങ്ങൾ തള്ളിക്കളഞ്ഞ യേശുവിനെ ഇന്ന് ദൈവം അധികാരമല്ല ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ എന്ന് പറയാം. മറ്റൊരുത്തനും, എന്നിട്ട് അപ്പോസ്തലന്മാർ ക്ലിയർ ചെയ്യുകയാണ് 12-ാം വാക്യത്തിൽ, മറ്റൊരാളിലും ഇനി രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരു വ്യക്തിയില്ല. യെസ്, ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേറെ ഒരു നാമമില്ല, രക്ഷയ്ക്ക് വേറൊരു പദ്ധതിയില്ല. സൗഖ്യത്തിന് വേണ്ടി അതാ പറയുന്നത്. ഇവൻ സൗഖ്യം പ്രാപിക്കാൻ കാരണം അവർ പറയണം, ദൈവം മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ആരോഗ്യം വരുവാനും ഇടയായി. ഇന്ന് നിങ്ങൾ രോഗിയായിട്ട് എന്നെ കേൾക്കുന്നെങ്കിൽ, ഒരു വിഷയത്തിന് നടുവിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ എന്നെ കേൾക്കുന്നെങ്കിൽ,
നിങ്ങളെ ഇതിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കാൻ കർത്താവിന് കഴിയും, യേശു ക്രിസ്തുവിന് കഴിയും. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിലൊന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം ഇന്ന് രാത്രിയിലും സംഭവിക്കും. അതാണ് പത്രോസ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞത്. വേറൊന്നുമില്ല, മറ്റൊരുത്തനും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ ദൈവം തന്ന ഒരേ ഒരു നാമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമം. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ന് മുടന്തൻ സൗഖ്യമായതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ആ ബലം പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ നാമം മുഖാന്തരമായി എന്നെ കേൾക്കുന്നവർ ബലം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മുഖാന്തരം എന്നെ കേൾക്കുന്നവർ ആരോഗ്യം വരുവാൻ കാരണമാകട്ടെ, അത്ഭുത സൗഖ്യങ്ങളുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ എൻ പ്രിയനേശുപരൻ, ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. ഭൂവിലിതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ.